2026 കേരള നിയമസഭയിൽ എങ്ങനെയായിരിക്കും, ആരൊക്കെയായിരിക്കും ജയിക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജില്ല തിരിച്ചാണ് പറയുന്നത്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാസർഗോഡ് 3 LDF, 2 UDF എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ കണ്ണൂരേക്ക് വന്നാൽ കുറച്ചും കൂടി മെജോറിറ്റി LDFനുണ്ട്. 8-3 കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കും, UDF എന്നുള്ളതാണ്, തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കോഴിക്കോടേക്ക് വന്നാൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മൾ പറയുമ്പോൾ 10-3 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിലല്ല, എല്ലാവരും പറയുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് വരും എന്നാണ് പറയുന്നത്. പലരും കോഴിക്കോട് UDFന് 6 സീറ്റ് വരെയെങ്കിലും പറഞ്ഞിരുന്നു. 3 സീറ്റുകൾ കൂടി UDF പിടിച്ചെടുക്കും എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളത്, മെജോറിറ്റി. എന്നാലും LDF തന്നെയാണ് മേൽക്കൈ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഗ്രാസ് റൂട്ടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ചില തെറ്റുകൾ നമ്മൾ പറയുമ്പോൾ ഉണ്ടാകും. ഒരു ഫുൾ വീഡിയോ പറയുമ്പം 16 മിനിറ്റ് വീഡിയോ ഒറ്റ സ്ട്രെച്ചായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമല്ല, അതങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുക. അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന്. അപ്പോൾ അതിലൊരു സുഖമുണ്ട് നമ്മൾ ഒറ്റടിക്ക് പറയുമ്പോൾ. മറ്റേ ഇങ്ങനെ കട്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒരു ടോട്ടൽ വർക്കായിട്ട് തോന്നാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചെറിയ തെറ്റുകൾ അതിൽ സംഭവിച്ചേക്കാം. അത് ഫാക്ച്വൽ ആവണമെന്നില്ല. ചിലപ്പോൾ ചില പേരുകളൊക്കെ അങ്ങോട്ടൊന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിനെ കുറേ മണ്ഡലങ്ങളുടെ പേര് നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ തെറ്റുകൾ പരിഹരിക്കപ്പെടാം. ഭാവിയിൽ അത് ശ്രദ്ധിക്കും. കഴിഞ്ഞ വീഡിയോ കോഴിക്കോട് മാത്രമാണ് തെറ്റിപ്പോയിട്ടുള്ളത്. ഒരു മണ്ഡലത്തിൻ്റെ പേര് ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഫാക്റ്റും മാറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് വയനാട് ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചാണ്. വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് മാനന്തവാടിയാണ്, കൽപ്പറ്റയാണ്, സുൽത്താൻ ബത്തേരിയാണ്. ആദ്യം നമ്മൾ കൽപ്പറ്റയെക്കുറിച്ചാണ് പറയുന്നത്. കൽപ്പറ്റ നമുക്കറിയാം. കൽപ്പറ്റ പറയാനുള്ള കാരണം കേരളത്തിൽ വളരെ വിഷമമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള, കഴിഞ്ഞ തവണ നമുക്ക് പ്രളയം ഉണ്ടായിട്ടുള്ള മണ്ഡലമുള്ള സ്ഥലമുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൽപ്പറ്റയെ ആദ്യം പറയാം. കൽപ്പറ്റയെ സംബന്ധിച്ച് കേരളത്തിലുടനീളം അടുത്ത 26 തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിലെ ഈ പ്രളയ പ്രശ്നം ഉറപ്പായിട്ടും കൽപ്പറ്റ നിയോജക മണ്ഡലത്തെ മാത്രമല്ല കേരളത്തിലുടനീളം അത് ബാധിക്കും. അതെങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിട്ട് മാറും. അപ്പോൾ കേരളത്തിലുടനീളം ചർച്ച ചെയ്യാൻ പോകുന്നൊരു മണ്ഡലമായിരിക്കും കൽപ്പറ്റ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മേപ്പാടിയൊക്കെ അടങ്ങിയ മണ്ഡലമാണ് കൽപ്പറ്റ. വൈത്തിരിയുള്ള കൽപ്പറ്റ കൂടി അതിലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ അടങ്ങിയ സ്ഥലമാണ്. ഏകദേശം 11 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. ഒരു മുനിസിപ്പാലിറ്റി കൽപ്പറ്റ. അങ്ങനെ 10 പഞ്ചായത്തുകൾ, കടിയാമ്പറ്റയും കൊട്ടത്തറയും മേപ്പാടിയും അടക്കമുള്ള, പടിഞ്ഞാറത്തറ അടക്കമുള്ള 10 പഞ്ചായത്തുകൾ അടങ്ങിയ ഒരു മണ്ഡലമാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുമുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. കൽപ്പറ്റയുടെ സിറ്റിംഗ് MLA T. സിദ്ദിഖാണ്. നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. T. സിദ്ദിഖിനെ തോൽപ്പിച്ച് കൽപ്പറ്റ പിടിച്ചെടുക്കാം എന്ന് LDF കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. T. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 5000-ത്തിലധികം വോട്ടിനാണ് കഴിഞ്ഞ തവണ ജനതാദളിൻ്റെ ശ്രേയാംസ് കുമാറിനെ തോൽപ്പിച്ചത്. അതിനു മുമ്പ് അവിടെ ശശീന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന് ഇതേപോലെ ഒരു 13,000 വോട്ടിനാണ് അദ്ദേഹം ജയിച്ച് കയറിയത്. പക്ഷേ ജനതാദൾ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജനതാദളാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. 2 തവണ ശ്രേയാംസ് കുമാർ ജയിച്ചു. അപ്പോൾ ഈ ശ്രേയാംസ് കുമാർ വന്നപ്പോൾ CK ശശീന്ദ്രൻ ആ സീറ്റ് മാറ്റി കൊടുക്കേണ്ടി, CPM സീറ്റ് ജനതാദളിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ജനതാദൾ മത്സരിച്ചു. പക്ഷേ കഴിഞ്ഞ തവണ CK ശശീന്ദ്രനായിരുന്നുവെങ്കിൽ നല്ല ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ശ്രേയാംസ് കുമാർ ആയതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നാൽ കൂടി 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് T. സിദ്ദിഖ് ജയിച്ചത്. എന്നാൽ അതിനേക്കാൾ ഒരുപാട് ശക്തനാണിപ്പോൾ T. സിദ്ദിഖ് എന്ന് പറയുന്നത്. അദ്ദേഹം ശരിക്കും മേപ്പാടി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ അതിനു വേണ്ടി അതിൻ്റെ ഒരു ആ പ്രശ്നത്തിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന, അല്ലെങ്കിൽ കേരളത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അതിനനുകൂലമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ T. സിദ്ദിഖിന് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഒരു 1 ലൈൻ പറയുന്നത്. T. സിദ്ദിഖിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്, പ്രത്യേകിച്ച് കൽപ്പറ്റയിൽ. അദ്ദേഹത്തിന് ഇനിയൊരു സാധ്യത ഉള്ളത്, ഇനി CPM ജനതാദൾ മാറി CPM വന്നാൽ കൂടി, CK ശശീന്ദ്രനെ തന്നെ മത്സരിപ്പിച്ചാൽ കൂടി ജയിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും ആ സീറ്റ് UDF നിലനിർത്തും എന്നാണ്. കൽപ്പറ്റ UDFൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. കൽപ്പറ്റയിലൊരു മാറ്റം ഉണ്ടാവില്ല. കൽപ്പറ്റ കോൺഗ്രസ്സിന് അതായത് നമുക്കറിയാം KK രാമേന്ദ്രൻ മുതൽ ഇങ്ങോട്ടേ 3 തവണ KK രാമേന്ദ്രൻ ജയിച്ച മണ്ഡലമാണ് പഴയ കൽപ്പറ്റ. മണ്ഡല പുനർനിർണ്ണയമൊക്കെ ഉണ്ടായിട്ടില്ല എന്നല്ല. പക്ഷേ എന്നാലും കൽപ്പറ്റ എന്ന് പറയുന്ന മണ്ഡലത്തിൽ LDFും UDFും കുറച്ച് കാലമായിട്ട് മാറി വരികയായിരുന്നു. ഇപ്പം ശ്രേയാംസ് കുമാർ ജയിക്കുന്നുണ്ടായിരുന്നു, CK ശശീന്ദ്രൻ ജയിച്ചിട്ടുണ്ട്. ശ്രേയാംസ് കുമാർ 2006-ലും 2011-ലും ജയിച്ചിട്ടുണ്ട്. 2016-ൽ അദ്ദേഹം തോറ്റിട്ടുണ്ട്. പിന്നീട് അതേ 2021-ലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം അവിടെയും തോറ്റിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ തോൽവി സംഭവിക്കുകയും തോൽവികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കിയാൽ എന്ത് പറഞ്ഞാലും ഇത്തവണ അത് യു ഡി എഫിൻ്റെ ഒപ്പം തന്നെ നിൽക്കും കൽപ്പറ്റ. ഓൾറെഡി അത് കൽപ്പറ്റ യു ഡി എഫിൻ്റെ ഒപ്പമാണ്, യു ഡി എഫിൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് നമ്മുടെ സർവേയിൽ പറയാനുള്ളത്. അടുത്ത മണ്ഡലം മാനന്തവാടിയാണ്. മാനന്തവാടി മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 PK ജയലക്ഷ്മി 12,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവർ മന്ത്രിയായിരുന്നു PK ജയലക്ഷ്മി. പക്ഷേ 2016 എത്തിയപ്പോൾ PK ജയലക്ഷ്മിയെ കീഴു 1000 വോട്ടിന് 1300 വോട്ടിന് തോൽപ്പിച്ചു. കാരണം പല പ്രശ്നങ്ങളും അവർക്കെതിരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു PK ജയലക്ഷ്മി. പക്ഷേ PK ജയലക്ഷ്മിയെ 1300 വോട്ടുകൾക്ക് നിയമസഭയിൽ ഓവർക്കേൾ തോൽപ്പിക്കുകയാണ് ചെയ്തത്. മാനന്തവാടി ഒരു LDFിൻ്റെ സ്ട്രോങ് കോട്ടയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പല കാരണങ്ങളാൽ അത് UDFിലേക്ക് LDFിലേക്കൊക്കെ വരാവുന്ന ഒരു മണ്ഡലമാണ്, ഒരു നെക്ക് ഫൈറ്റ് വരാവുന്ന മണ്ഡലമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് 2021 എത്തിയപ്പോൾ അതേ PK ജയലക്ഷ്മി തന്നെ സെയിം മത്സരം തന്നെ വന്നു. PK ജയലക്ഷ്മി ഓവർക്കേളും വന്നു. പക്ഷേ ഓവർക്കേൾ 8000-ലധികം വോട്ടിനാണ് അവിടെ വിജയിച്ചു കയറുന്നത് മാനന്തവാടിയിൽ. LDFിന് 8000 വോട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അത് LDFിൻ്റെ മണ്ഡലമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അവിടെ നല്ല ഫൈറ്റ് നടക്കും. ഓവർക്കേൾ ഇത്തവണ മത്സരിക്കില്ല, കാരണം 2 തവണ അധികം ടേം പൂർത്തിയാക്കിയതാണ്. പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. PK ജയലക്ഷ്മി തന്നെ ആയിരിക്കുമോ മത്സരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ സാധ്യതയുണ്ട്. കാരണം ഒരു തവണ മന്ത്രിയായതാണ്, അവിടെ ജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയ ഒരു ഫേസാണ്. അതുകൊണ്ട് അവർ തന്നെ മത്സരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും ഈ പറയുന്ന മാനന്തവാടിയിൽ എന്തായാലും സ്ഥിതി എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണമെന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയേണ്ടത്. സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് പറയുക. നമ്മൾ പറയുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണ്ണയം പ്രധാനപ്പെട്ടതാണ്. ഓവർക്കേളുവിന് പകരം വരുന്ന ആൾ എങ്ങനെയാണ്, അതുപോലെ PK ജയലക്ഷ്മി തന്നെയാണോ മത്സരിക്കുക, 2 കാര്യങ്ങൾ പറഞ്ഞാൽ പറയാൻ പറ്റുക. എന്നാലും നമ്മളിപ്പോൾ അവിടെ സാധ്യത, മാനന്തവാടിയുടെ സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ UDF തിരിച്ചു വരുന്നതാണ്. മാനന്തവാടിയിൽ UDFിൻ്റെ സാധ്യതയുണ്ട്. അവിടെ UDFിന് തന്നെയാണ് ഇപ്പോഴൊരു സാധ്യതയുള്ളത്. ഓവർക്കേൾ മാറുകയും മറ്റൊരാൾ വരികയും ചെയ്യുമ്പോൾ അത്രയും എഫക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് UDFിന് അനുകൂലമായ മണ്ഡലമാണെന്ന് പറയാൻ പറ്റില്ല. കൂടി UDFിന് സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും ഈ പ്രിയങ്ക ഗാന്ധി വന്നതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞോണം രാഹുൽ ഗാന്ധി വന്നിട്ട് ഉണ്ടായില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവിടേക്ക് ഓവർക്കേൾ മാറുന്നു എന്ന് പറയുന്ന ഒരു വിഷയം അവിടെയുണ്ട്. അത് CPMനെ പ്രത്യേകിച്ച് ഒരു പുതിയ കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അങ്ങനെ വരുമ്പോൾ UDFിൽ നിന്ന് നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ UDF അത് പിടിച്ചെടുക്കുകയും ചെയ്യും. വിജയലക്ഷ്മി തന്നെയാണ് സാധ്യത. PK ജയലക്ഷ്മിക്ക് തന്നെയാണ് സാധ്യത. പേര് പറയുമ്പോൾ ചെറുക്കൻ മാറിപ്പോയി കേട്ടോ. PK ജയലക്ഷ്മിക്ക് തന്നെയാണ് സാധ്യത. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. UDFിന് അത് നിലനിർത്തുമെന്നാണ് UDF പിടിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. പഴയ 2011 പ്രതാപത്തിലേക്ക് UDFിന് എത്താൻ സാധിക്കുകയെങ്കിൽ കൂടി ഒരു 4000-3000 വോട്ടിന് UDF പിടിച്ചെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നൊരു. അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി, അമ്പലവയൽ അടക്കമുള്ള, മീനങ്ങാടി അടക്കമുള്ള, പുൽപ്പള്ളി അടക്കമുള്ള ഈ 8 ഗ്രാമപഞ്ചായത്തുകൾ കൂടി, അങ്ങനെ 8 ഗ്രാമപഞ്ചായത്തും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയും കൂടിയതാണ് ഈ സുൽത്താൻ ബത്തേരി മണ്ഡലം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ IC ബാലകൃഷ്ണനാണ് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ചെറിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ കൂടി അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഏശാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ വയനാടിനെക്കുറിച്ച് പറയുമ്പോൾ വയനാടിനൊരു UDF അനുകൂല ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിലും അത് കാണിച്ചിട്ടുണ്ട് വയനാട്. ചില സമയത്തൊക്കെ LDFും UDF ഒരുപോലെ. ഇപ്പം കഴിഞ്ഞ 2016 LDFിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ആ മേൽക്കൈ LDFിന് സാധാരണ 21-ലില്ല, 11-ലും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മാനന്തവാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരി 3 സീറ്റിലും UDF തിരിച്ച് അല്ലെങ്കിൽ UDF തന്നെ വരുന്നതാണ്. IC ബാലകൃഷ്ണനും T സിദ്ദീഖിനെയും തോൽപ്പിക്കാനുള്ള സാധ്യതയില്ല. ഓവർക്കേളിന് പകരം ഒരാൾ വന്നാൽ, ഓവർക്കേളിന് പകരം മാനന്തവാടിയിൽ ആര് വന്നാലും മാനന്തവാടി മണ്ഡലം UDF പിടിച്ചെടുക്കും. തൊട്ടടുത്ത 2 മണ്ഡലങ്ങളും UDFിൻ്റെ കയ്യിലാണ്. അപ്പോൾ IC ബാലകൃഷ്ണൻ തന്നെയാണ് വിജയസാധ്യത. അദ്ദേഹം മാറാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. 2026 IC ബാലകൃഷ്ണൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യത. അദ്ദേഹം വയനാട്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പരീക്ഷണത്തിന് UDF തയ്യാറാവാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ തവണ IC ബാലകൃഷ്ണൻ ജയിച്ചിട്ടുള്ളത് 11,000 വോട്ടിനാണ്. 2016 അദ്ദേഹം ജയിച്ചിട്ടുള്ളത് 11,000 വോട്ടിനാണ്. ആ വോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ഇത്തവണയും വിജയിക്കും എന്നുള്ളതാണ്. അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 7,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2011 ഉണ്ടായിട്ടുള്ളത്. 2016 ഭൂരിപക്ഷത്തിലേക്കെങ്കിലും അദ്ദേഹം വിജയിച്ച് കയറുമെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. അപ്പോൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഈ 3 മണ്ഡലങ്ങളും UDF നിലനിർത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. വയനാട് കംപ്ലീറ്റ് ക്ലീൻ സ്വീപ്പായിരിക്കും UDFിൻ്റേത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ 2 തവണയായിട്ട് ആ 12,000 എന്ന് പറഞ്ഞൊരു 11,000 പ്ലസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വയനാട്ടിൽ 3 മണ്ഡലങ്ങളിലും UDFൻ്റെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. LDFൻ്റെ സാധ്യതകൾ വയനാട്ടിൽ മങ്ങും. കാരണം പല കാരണങ്ങളുണ്ടത്. അതിലൊരു മണ്ഡലം ചെറിയൊരു നമുക്ക് തോന്നുന്നൊരു മണ്ഡലം മാനന്തവാടി മാത്രമാണ്. കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും ഒരു യാതൊരു സംശയമില്ല. മാനന്തവാടിയിൽ ടൈറ്റ് ഫൈറ്റാണ്, പക്ഷേ ഒരു UDF എഡ്ജ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി മാറുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത ഇനി ഓർക്കേട് തന്നെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ LDFന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം.